ആർ അരുൺരാജ്, ഈ ഇപ്പോഴവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? സംഘർഷത്തിന് അയവുണ്ടോ? ഇപ്പോൾ റോഡിലെ പ്രശ്നം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ആരാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയത് എന്നീ കാര്യങ്ങൾ ഇപ്പോഴും പ്രവർത്തകർ തമ്മിലുള്ള തർക്കം തുടരുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വരുന്നത് ഇതിനുള്ളിൽ ഒരു ലോക്കൽ സമ്മേളനം താഴിട്ട് പൂട്ടി നടത്തുന്ന അവസ്ഥ പ്രവർത്തകർ തന്നെ വിളിച്ചു പറഞ്ഞ സ്ഥിതിയിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ആ എത്തിയ സമയത്ത് ഇവിടെ എത്തിയ ഒരു സംഘം പ്രവർത്തകർ, അത് ഒരു സംഘം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും പ്രവർത്തകർ, അതിൽ ഒരു വിഭാഗം വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട് ഇതിനുള്ളിൽ എന്താണ് നടക്കുന്നത്, ആ കാര്യം പൊതുസമൂഹം അറിയണം. ഇവിടുത്തെ കരുനാഗപ്പള്ളിയിലെ പാർട്ടി സംവിധാനം എന്താണ്, അത് എന്തൊക്കെ രീതിയിലുള്ള തെറ്റായ വഴിയിലൂടെ പോകുന്നു, അത് ജനങ്ങൾ അറിയട്ടെ, ഇത് തുറന്നിട്ട് നടത്തണം എന്ന ആവശ്യമാണ് പ്രവർത്തകർ തന്നെ ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. ഒടുവിൽ നമ്മുടെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ പ്രവർത്തകർ അവരുടെ നേതാക്കളെ പൂട്ടിയിട്ടിരിക്കുന്നത്, താഴിട്ട് പൂട്ടിയിരിക്കുന്ന പൂട്ട് കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ്. അതിനുശേഷമാണ് ഈ നേതാക്കൾ ഒരു വിഭാഗം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്ന ഈ സമ്മേളന പ്രതിനിധികളാണ് നമ്മളോട് നേരെ തട്ടിക്കേറിയതും ഇതിൽ ദൃശ്യങ്ങൾ എടുക്കരുത്, ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ദൃശ്യങ്ങളും ഇനി പുറത്തു പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനം, ഒരു തിട്ടൂരം പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോമപ്രസാദിന്റെ അടക്കം വാഹനങ്ങളാണ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം വാഹനങ്ങൾ ഇപ്പോഴും പുറത്തു കിടക്കുകയാണ്. കാരണം ഒരു സോമപ്രസാദിനെ പോലെ മുൻ MP, അതേപോലെ തന്നെ CPM-ന്റെ മുതിർന്ന നേതാവ്, കുന്നത്തൂരിൽ നടക്കമുള്ള മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിനൊക്കെ ഈ രാത്രിയിൽ ഒരു താഴിട്ടുപൂട്ടി ലോക്കൽ സമ്മേളനം നടത്തേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കരുനാഗപ്പള്ളിയിലെ പാർട്ടി സംവിധാനത്തിനുണ്ടായ അപജയമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യം കരുനാഗപ്പള്ളിയിലെ പാർട്ടി നേതൃത്വം ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നുവെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. ഇവിടുത്തെ തന്നെ പ്രവർത്തകർ, അത് ഒരു വിഭാഗം നല്ല പ്രവർത്തകരുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ ജനാധിപത്യ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടി നേതൃത്വത്തിന് അനുവാദം കൊടുത്തു എന്നായിരുന്നു നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പറഞ്ഞത്. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുമ്പോഴും, അത്തരം വാക്കുകളടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വെക്കുമ്പോഴും ഇതിനുള്ളിൽ നടക്കുന്നത് മറ്റൊരു രീതിയിലുള്ള കാഴ്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ലോക്കൽ സമ്മേളനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അംഗങ്ങളടക്കം ഇവിടേക്ക് വന്നുകൊണ്ടാണ്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം CPM-നെ പോലൊരു പ്രസ്ഥാനം ഏത് രീതിയിൽ കടന്നു പോകുന്നതിന്റെ കാഴ്ചയാണ് ഈ കണ്ടത്. എന്തായാലും അത് ഒരു ശരിയായ രീതിയല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയും തൊടിയൂർ ലോക്കൽ സമ്മേളനം, അത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചതാണ്. നേതാക്കളുടെ മുമ്പിൽ വെച്ച്, സംസ്ഥാന നേതാക്കളടക്കം മുമ്പിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒടുവിൽ മിനിറ്റ്സ് ബുക്ക് കൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ പുറത്തേക്ക് പോകുന്നു. ഒടുവിൽ സമവായ ചർച്ചയിൽ ഒരു ലോക്കൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നു. ഇത് CPM-നുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ പുറത്തേക്കടക്കം ഈ കാര്യങ്ങൾ പോകുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളടക്കം സൃഷ്ടിക്കുന്നതാണ്. അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇവിടുത്തെ പാർട്ടി സംവിധാനം അടക്കം അത് കൃത്യമായി നിരീക്ഷിക്കാൻ പുറത്തുമടക്കം ആൾക്കാരെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം എന്നോടക്കം ഇവിടേക്ക് വന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം താൻ അനുഭവിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ പ്രത്യാഘാതം അനുഭവിക്കാൻ നമ്മൾ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രത്യാഘാതം എന്ത് തന്നെ ആയിക്കോട്ടെ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ റോഡിൽ മുമ്പിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുക, അത് സ്വന്തമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറം എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് പൊതുസമൂഹം കൂടി അറിയേണ്ടതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംസ്ഥാന നേതാക്കൾക്ക് ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു. മാത്രമല്ല ചില പ്രവർത്തകരൊക്കെ അക്രമാസക്തമായി കാര്യം അവർ മൂടിവെച്ച രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും സങ്കടത്തിലാക്കിയത്. നമ്മൾ ഈ റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് സോമപ്രസാദിനെയും അതുപോലെ തന്നെ രാജഗോപാലിനെയും ഈ ഒരു വിഭാഗം പ്രവർത്തകർ പൂട്ടിയിട്ടത്. 2 മണിക്കൂറോളം അവർക്ക് കെട്ടിടത്തിനുള്ളിൽ കഴിയേണ്ടി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആർ അരുൺരാജിനെ പിടിച്ച് തള്ളാനും ക്യാമറയ്ക്ക് മുന്നിൽ വിരലുകൾ കാട്ടി ദൃശ്യങ്ങൾ മറയ്ക്കാനുമൊക്കെ ശ്രമം നടന്നു. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കാരണം പാർട്ടിക്ക് വളരെ അവഗണന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരത്ത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം മാധ്യമങ്ങൾക്ക് ചോർന്നു പോകരുത് എന്ന് ഒരു വിഭാഗം പ്രവർത്തകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിലർക്ക് ഈ വാർത്ത പുറത്തേക്ക് പോകണം എന്ന നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾക്ക് പേടികൂടാതെ മാധ്യമപ്രവർത്തനം നടത്താനുള്ള ഒരു ധൈര്യം നമുക്കുള്ളത് കൊണ്ടാണ് ഇത്തരം ഗുണ്ടായിസിനെതിരായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും നിവർന്ന് നിൽക്കാനും നമുക്ക് കഴിയുന്നത്. കാര്യം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും അവിടെ ഇപ്പോൾ പ്രവർത്തകരെല്ലാം ഉള്ളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. എന്താണ് സംസ്ഥാന നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല. ഇനിയൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുലശേഖരപുരത്തെ സംഘർഷം എന്താണെന്ന് അന്വേഷിച്ചു പോകും. നമ്മൾ ഭയക്കുന്നില്ല. ഇത്തരം ഗുണ്ടായിസിന് മുന്നിൽ മുട്ടുമടക്കുന്നുമില്ല.